ആർട്ടിൻ്റെ പ്രാധാന്യം എപ്പോഴും ഉണ്ടാവും. കാര്യം ശരിക്കും അൾട്ടിമേറ്റ്ലി ആർട്ട് എന്ന് പറയുന്നത് മനുഷ്യനൊരു എൻ്റർടൈൻമെൻറ്റ് ആണല്ലോ. അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഇതാണ് വരുന്നത്. അപ്പോൾ അത് പ്രാധാന്യം എപ്പോഴും തന്നെ ഉണ്ടാവും. ഇത് ശരിക്കും എൻ്റെ ഒരു ഒപ്പീനിയനായിട്ട് ആണ് പറയുന്നത്. ഇപ്പം ഈ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മയിൽ വന്നത്, ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ അനലോഗിൽ നിന്നൊരു ഡിജിറ്റൽ ട്രാൻസ്ഫർ വരുന്ന സമയത്തായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടെ യങ്ങർ ജനറേഷൻസൊക്കെ കുറച്ച് ആ സമയത്ത് ഈ കമ്പ്യൂട്ടറിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ധാരണ ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാർക്കും അനലോഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു. അവർ ഭയങ്കരമായിട്ട് ക്ലെയിം ചെയ്യുമായിരുന്നു, അനലോഗാണ് ബെസ്റ്റ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അനലോഗിലേക്ക് നിന്നോ? ഇല്ല, ഡിജിറ്റൽ വന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം കുറയുമല്ല, കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്തിരുന്നത്. കുറച്ചുകൂടെ സാധ്യതകൾ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു തോന്നൽ അങ്ങനെയാണ്, ഓരോ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ അടുത്ത ജനറേഷൻ അതിനായിട്ട് എക്യുപ്ഡായി. അപ്പോൾ കുറച്ചുകൂടെ സാധ്യതകൾ ചിലപ്പം ഇതെല്ലാം കൂടുകയുള്ളതായിരിക്കും. അങ്ങനെ ഒരു കാലത്തും ഇപ്പോൾ എല്ലാ കാലത്തിലും നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ തന്നെ എല്ലാവരും വിചാരിച്ചിരുന്നു. ആ ഒരു ചേഞ്ചിലെ ഒരു സമയത്ത് മാത്രം കുറച്ച് അഫക്റ്റ് ചെയ്യും. പക്ഷെ അല്ലാണ്ട് ഈ മനുഷ്യനുള്ളിടത്തോളം കാലം നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റും ആർട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഉണ്ടാവുമെന്നാണ്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. എൻ്റെ ഒരു ഒപ്പീനിയനേ ഉള്ളൂ. അത് നമുക്ക് കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഫ്യൂച്ചറിൽ എന്താണ് വരാൻ പോകുന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം ശരിക്കും നല്ല രീതിയിലേ വരത്തുള്ളൂ എന്നാൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇപ്പോഴത്തെ ഉള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഈ അറ്റ് പ്രസൻറ്റ് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ മുന്നിൽ ഇപ്പം ഇനിയും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഇപ്പം എന്താണ് ചാറ്റ് ജിപിടിയോ അല്ലെങ്കിൽ ജെമിനിയോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് വളരെ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വന്നതിന് ശേഷം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ക്വാളിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി, നമ്മളുടെ കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ള ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റി. അതാണ് ഇപ്പോഴത്തെ അറ്റ് പ്രസൻറ്റ് നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഈ AI ടെക്നോളജി കൊണ്ടുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു കാര്യത്തിലാണെങ്കിലും എൻ്റെ ഒരു വർക്കിലൊക്കെ ആണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പ്രോംപ്റ്റിങ്ങിലൂടെ നമുക്ക് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റി, ഒത്തിരി ഓപ്ഷൻസുകൾ തരാനായിട്ട് പറ്റി. അത് ശരിക്കും നമ്മളുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ്. ഇപ്പം ഒരു വെറുതെ ഒരു AI തന്നാണെന്ന് പറഞ്ഞില്ല, നമ്മളൊരു അതിനെ രീതിയിൽ ബെറ്ററായിട്ട് പ്രോംപ്റ്റ് ചെയ്തതുകൊണ്ട്. അപ്പം അൾട്ടിമേറ്റ്ലി അതിൻ്റെ അകത്തൊരു ഡിസിഷൻ മേക്കർ അവിടെയും നമ്മൾ തന്നെയാണ്. അപ്പോൾ അതൊരു നിലവിൽ അത് നമുക്കൊരു പ്രയോജനകരമായിട്ടാണ് നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് വിചാരിക്കാം. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.